ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ ഒരു വാർത്ത ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഉണ്ടായ ഒരു വിമാന അപകടം, ആ അപകടം ഒരു നിസ്സാര അപകടമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം 242 പേര് ഉള്ളിടത്ത് നിന്ന് ഒരാൾ മാത്രമാണ് ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടത്. ബാക്കിയുള്ളവരെല്ലാം മരണപ്പെട്ടു. അത് മാത്രമല്ല, ഈ ഫ്ലൈറ്റ് പോയി വീണത് ഒരു ഹോസ്റ്റലിന്റെ മുകളിലാണ്. അവരെല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻസ് ഒക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന അവിടേക്കാണ് ഈ ഫ്ലൈറ്റ് പോയി വീഴുന്നത്. വീണ് കഴിഞ്ഞ് അവിടെ ഉള്ളവരും മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിലുള്ളവരും മരണപ്പെട്ടു. വളരെ സങ്കടം തരുന്ന ഒരു വാർത്ത തന്നെയാണ്. അതിൽ നമ്മുടെ ഒരു മലയാളി പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു പോയവരാണ്. അവർ ലണ്ടനിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റിൽ കയറിയവരാണ്. അത് പത്തനംതിട്ടയിലുള്ള പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള രജിത എസ് നായർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് 2 മക്കളുണ്ട്. 10ഉം 2 വയസ്സുള്ള 2 പെൺകുട്ടികളുമുണ്ട്. വളരെ സങ്കടം തരുന്ന ഒരു കാര്യം തന്നെയാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, 169 പേര് ഇന്ത്യക്കാര് മരണപ്പെട്ടപ്പോൾ 53 പേര് നമ്മുടെ ബ്രിട്ടീഷുകാർ മരണപ്പെട്ടു. ഒരു കനേഡിയനും 7 പോർച്ചുഗീസുകാരുടെ കൂടെയാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തുവായാലും വളരെ സങ്കടം തന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റിന്റെ ദുരാവസ്ഥയെ കുറിച്ച് ഇതിനു മുമ്പ് യാത്ര ചെയ്ത ഒരു യാത്രികൻ വീഡിയോ എടുത്തിരുന്നു. അതിനകത്ത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതിനകത്ത് ഒന്നും വർക്കാവുന്നില്ല, ഇതിനകത്ത് AC വർക്കാവുന്നില്ല, അതോടൊപ്പം തന്നെ ഇതിനകത്ത് മൈക്രോഫോൺ വർക്കാവുന്നില്ല, ഒന്നും വർക്കാവുന്നില്ല എന്നും ഇത് തന്നെയാണ് വിഷയമെന്നും അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി. We are almost about to taxi, but this AC is not working. Look at everyone, and it's so many people. They are using these magazines. AC is not working at all, and as usual your TV screens are also not working. Neither this button for calling the cabin crew, nothing is working, and we are here for the last 15 minutes, nothing happening. And as usual the map, the in-flight entertainment is not working. If I press this cabin crew button, it's not working either. Nothing is working. ഇത്രയും പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന ഒരു ഫ്ലൈറ്റിന്റെ ദുരാവസ്ഥയാണ് ഇദ്ദേഹം ഈ പറഞ്ഞത്. എന്താണല്ലേ ഇതൊന്നും നമ്മൾ പെട്ടിയോർട്ടയിലാണോ യാത്ര ചെയ്യുന്നത്? ആണോ? ഒരു എയർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിമാനത്തിൽ കണ്ട അനുഭവമാണ് അദ്ദേഹം അവിടെ പങ്കുവച്ചത്. അതും ഈ ഒരു ബോയിങ് 787 എന്ന് പറയുന്ന ഈ ഒരു ഫ്ലൈറ്റിൽ തന്നെയുള്ള അവസ്ഥയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഇനി വളരെ സങ്കടം തരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവരൊക്കെ യാത്ര ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും. കാരണം എന്ന് വെച്ചാൽ അവരൊരു പ്രതീക്ഷകൾ കൊണ്ടാണ് ഈ ഒരു ഫ്ലൈറ്റിൽ കയറി അങ്ങോട്ട് യാത്ര ചെയ്യുക, ഇങ്ങോട്ട് യാത്ര ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു കയറിപ്പോയ ബ്രിട്ടീഷ് പൗരന്മാർ അവർ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത കാര്യം നിങ്ങളൊന്ന് കണ്ടു നോക്കി. വളരെ സങ്കടം തോന്നും കേട്ടോ. അവർ എത്ര പ്രതീക്ഷയോടുകൂടിയാണ് ആ ഫ്ലൈറ്റിൽ കയറിയത്. നാട്ടിൽ പോകാം, അവരെയെല്ലാം കാണാം എന്നുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾ അറം പറ്റി പോയോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. ഇതുപോലെ അദ്ദേഹം പറയുന്ന കാര്യം കേട്ടു നോക്കി. We are at the airport, just boarding. Goodbye, India. Goodbye. 10-hour flight back to England. Going back happily. വളരെ സന്തോഷത്തോടു കൂടി അവർ രാജ്യത്തേക്ക് പോകുന്ന വീഡിയോ ആണ് അവർ അപ്ലോഡ് ചെയ്തത്. എന്ത് സന്തോഷത്തോടു കൂടിയാണ് അവർ പോയത്. പക്ഷെങ്കിൽ എങ്ങോട്ടാണ് പോയത്? മരണത്തിലേക്കാണ് നീങ്ങിയെടുത്തത്. ഇതിനൊക്കെ കാരണം ഈ പറയുന്ന എയർ ഇന്ത്യയുടെ ആ ഒരു അവസ്ഥ തന്നെയാണ് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പിന്നെ ഇതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് മാത്രമല്ല, പലരും വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. പലരും എയർപോർട്ടിൽ പോകുന്നതും അവിടെ നിന്ന് വിളിക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കുന്നതും എന്ന് തുടങ്ങി പല സെൽഫി ഫോട്ടോകള്, ഫ്ലൈറ്റിന്റെ അകത്തിരുന്നുള്ള ഫോട്ടോകളൊക്കെ പങ്കുവച്ചിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം വരും. എന്തായാലും ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. നമുക്ക് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുമുള്ള ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ മരണപ്പെട്ടിരിക്കുകയാണ്. അതും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ പോയതാണ്. ലണ്ടനിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റിൽ കയറിയ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കുറിച്ച് പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി. അവരുടെ നാട്ടുകാര് 3 ദിവസത്തേക്ക് UK നിന്ന് വന്നതാണ്. ഗൾഫ് നാടുകളിലായിരുന്നു, പിന്നീട് UK UK നിന്ന് 3 ദിവസത്തേക്ക് അവർക്ക് വന്നതാണ്. ജോലി PSC റാങ്ക് ലിസ്റ്റിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തിട്ട് തിരികെ വരണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് മടങ്ങിപ്പോയിരിക്കുന്നത്. ഇന്നലെ ഇവിടുന്ന് ചെന്നൈക്കാണ് പോയത്. അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിന് പോകുമെന്നാണ് അറിയിപ്പുള്ളത്. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തോ പറയാനാണ്, ആ പെൺകുട്ടിയുടെ ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് ആ പെൺകുട്ടി യാത്രയായത്. 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അതൊക്കെ പൂർത്തീകരിക്കാമെന്നുള്ള മോഹം കൊണ്ട് യാത്ര പുറപ്പെട്ടതാണ്. എന്നാൽ പാതി വഴിയിൽ വെച്ച് തന്നെ
ജീവൻ പൊലിയേണ്ടതായിട്ട് വന്നു. ഈ പറയുന്ന രചിതയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ച പോസ്റ്റിന് താഴെ ഒരു പരമനാറി വന്നിട്ട് കമന്റ് ഇട്ടു. അവൻ കമന്റ് ഇട്ട കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കീച്ചു കൊടുക്കണം, അതുപോലത്തെ കമന്റ് അവൻ ഇട്ടത്. ഒരു തഹസീൽദാറാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥയിൽ ഇരിക്കുന്നവരാണ്. അവന്റെ ആ കമന്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. അവൻ എഴുതിയിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ്: ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു, കേരള സർക്കാർ ജോലി നൽകിയിട്ടും അവൾ ലീവ് എടുത്ത് വിദേശത്ത് സാധനം തേടി പോയി, കിട്ടേണ്ടത് കിട്ടി എന്ന് പറഞ്ഞൊരു കമന്റ് അവൻ ഇട്ടത്. അതിന് താഴെ വന്ന് നിരവധി പേര് ലൈക്കും കമന്റും അതോടൊപ്പം തന്നെ സ്മൈലിയും ഒക്കെ ഇട്ടുകൊടുത്ത ജനങ്ങളുമുണ്ട്. അത്രയ്ക്കൊരു നാറിയ നാടാണ് നമ്മുടേത്. ഇതുപോലുള്ള പരമചെറ്റകള് ഇങ്ങനെ ഓരോരോ കമന്റ് ഇടുമ്പോൾ അതിന് താഴെ പോയിട്ട് സ്മൈലി ഇട്ട് കളിക്കുന്നവന്മാരും ഉണ്ട്. അതാണ് നരപരോഗികൾ. പിന്നെ ഇങ്ങാർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഇങ്ങാര് ഒരു തഹസീൽദാരാണ്, അങ്ങാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ വാർത്ത ഒന്ന് കേട്ടു നോക്കി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച നഴ്സിനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ അപവാദ പ്രചരണം നടത്തിയതിൽ നടപടി. വിവാദ കമ്മിറ്റിയുടെ കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസീൽദാറായ പവിത്രനെ സസ്പെൻഡ് ചെയ്തു. മുമ്പും ഇയാൾ ഇത്തരത്തിൽ പലതവണ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഫേസ്ബുക്ക് നോക്കിയാൽ ഈ പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സാരംഗ് അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. സാരംഗ്, എന്താണ് എന്ത് വ്യാജ പ്രചാരണമാണ് ഇയാൾ നടത്തുന്നത്? ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഒന്ന് ആലോചിക്കും, മനുഷ്യൻ എത്രത്തോളം നീചനായി പോകുന്നു എന്നതാണ്. നമ്മൾ ഇന്ന് ആരോഗ്യമന്ത്രി വരെ ആ വീട്ടിലെത്തി ആ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. എല്ലാവരും കണ്ടു നിൽക്കുന്ന നമ്മൾ പോലും മാനസികമായി തകർന്നു പോകുന്ന അവസ്ഥയിലാണ് ആ ദൃശ്യങ്ങൾ. അതിനിടയിലാണ് ഇങ്ങനെ ദുഷിപ്പുമായിട്ട് ഇറങ്ങുന്നത്. എന്താണ് ഇയാളുടെ പശ്ചാത്തലം? ദിവിഷ്, രാജ്യം മുഴുവൻ വലിയ ദുഃഖത്തിൽ നിൽക്കുന്ന സമയത്താണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സർക്കാർ ജീവനക്കാരനാണ്, ഒരു ഡെപ്യൂട്ടി തഹസിൽദാരാണ്. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരുന്ന പവിത്രൻ എന്ന വ്യക്തിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ രഞ്ജിതയ്ക്കെതിരെ വലിയ തോതിൽ ലൈംഗിക ചുവയോടുകൂടിയുള്ള ഒരു കമന്റ് ഇടുന്നത്. അതിന് തൊട്ടുപിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ വന്നു. ഇപ്പോൾ ആ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ കാസർഗോഡ് കളക്ടർ അടിയന്തര നടപടിയെടുത്തിരിക്കുകയാണ്. മാത്രമല്ല, രഞ്ജിതയുടെ കുടുംബം സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നടക്കമുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മുൻപും ഇയാൾ ഇത്തരത്തിൽ അപകടങ്ങൾ നടന്ന സമയത്തൊക്കെ തന്നെ അതിലെ ഇരകളെ ഇത്തരത്തിൽ ദുഷ്ടലാക്കോടുകൂടി മോശം ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെങ്കിൽ ഡെപ്യൂട്ടി തഹസീൽദാറുടെ പദവിയിൽ എങ്ങനെയാണ് സാരംഗ് ഇയാൾ ഇത്രകാലം തുടരുക എന്ന് മാത്രമല്ല, കാസർഗോഡ് യുവജന സംഘടനകളും പ്രതികരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. എങ്ങനെയാണ് ഇയാൾക്ക് ഇതുപോലെയുള്ള നൃശംസമായ അപവാദ പ്രചരണങ്ങൾ ഇങ്ങനെ നടത്താൻ കഴിഞ്ഞത്? തീർച്ചയായും അഭിലാഷ്, ഇനി കാര്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇതിന് തൊട്ടു മുൻപ് സമാനമായ ഒരു ആരോപണം ഉയർന്ന സമയത്ത് കാസർഗോഡ് ജില്ലാ ഭരണകൂടം ഇയാളിൽ നിന്നും വിശദീകരണം എഴുതി വാങ്ങിയിരുന്നു. അതിനുശേഷം മെമ്മോ നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷവും പിന്നീടും ഇയാൾ തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇയാൾ മുൻപ് ജോയിന്റ് കൗൺസിൽ എന്ന സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി കൂടിയായിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഇയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ്. അഭിലാഷ്, ഡെപ്യൂട്ടി തഹസീൽദാർ എന്നാണ് പറയുന്നത്, എന്നാൽ ഇവൻ അതിനുള്ള വിവരമൊന്നുമില്ല. ഇവന്റെ സ്ഥിരം പണിയാണ് ഇതൊക്കെ. ഇപ്പോഴെന്തുമായാലും ഈ നാറിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവനെ സസ്പെൻഡ് ചെയ്യുകയും ഇവരിപ്പോ സോറിയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവന്റെ സോറിയൊക്കെ ആർക്ക് വേണം? ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവരെ കുറിച്ച് എഴുതുന്ന വർത്തമാനമായവൻ. ഇവൻ പരമ ചെറ്റയാണെന്ന് ഇതിനു മുമ്പ് ഇവൻ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇവനെയൊക്കെ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. പോലീസ് എന്തുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവനെ ഒന്നും വെളിയിടരുത്. ഇങ്ങനെയുള്ള നരമ്പ് രോഗികളെയും അവന് ആ ഒരു കമന്റിന് സ്മൈലി ഇട്ടവന്മാരെയൊക്കെ പൊക്കണം. ഇതുപോലുള്ളവന്മാരൊക്കെയാണ് ഈ നാടിന്റെ ശാപം. എന്തായാലും ഈ ഒരു ഫ്ലൈറ്റ് അപകടം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഡോക്ടർ എലിസബത്ത് ഉദയൻ തലനാരിഴയ്ക്കാണ് അവിടുന്ന് രക്ഷപ്പെട്ടത് കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ പറയുന്ന എലിസബത്ത് അവിടെ പോയി ആ ഒരു ഹോസ്റ്റലിൽ പോയി താമസിക്കേണ്ടതോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ ആണ് അവിടെ പോയിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം അവരെ തേടി എത്തിയിരുന്നേനെ. പക്ഷെങ്കിൽ അവർ അവിടുത്തെ ഹോസ്പിറ്റലിലായിരുന്നു. അന്നേരമാണ് ഈ ഒരു സൗണ്ട് കേൾക്കുന്നതും ഒക്കെ. പക്ഷെങ്കിൽ അവരുടെ ഒരു കൂട്ടുകാരി അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരി അവിടുന്ന് എടുത്തു ചാടുകയും കാല ഒടിയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അതിനെക്കുറിച്ച് ഈ എലിസബത്ത് പറയുന്ന കാര്യം ഒന്ന് കേട്ടു. ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. ഇവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി സ്റ്റുഡൻസ് അടക്കം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എപ്പോഴാണ് നിങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ? ഒരു 1:45-2 മണി ആവണ സമയത്താണ് ആക്ച്വലി ഞങ്ങൾക്ക് TV-യിൽ ഹോസ്പിറ്റൽ അനൗൺസ്മെന്റ് ആയിട്ട് വരുന്ന മാസ് കാഷ്വാലിറ്റി ഉണ്ടെന്ന്. അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ആക്ച്വലി പ്ലെയിൻ ക്രാഷ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സൗണ്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ തന്നെ ഒരു 4-5 ഹോസ്റ്റലുകൾ പിള്ളേർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ഹോസ്പിറ്റലും ഈ പറഞ്ഞ ഹോസ്റ്റലും തമ്മിൽ ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. സോ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴാണ് ക്രാഷ് ചെയ്തത്. ഞങ്ങളുടെ തന്നെ ഹോസ്റ്റലിലേക്കും അതുപോലെ തന്നെ മെസ്സിലേക്കാണ് ഫ്ലൈറ്റ് വന്ന് ക്രാഷ് ചെയ്തത്.
പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഓരോരുത്തരും മിസ്സിംഗ് ആണ്. ഇവിടേക്കാണ് ആളുകളെ കൂടുതലായി കൊണ്ടുവന്നത്. അപ്പൊ അന്നേരത്തെ ഒരു അവസ്ഥ നിങ്ങൾ എല്ലാ ചികിത്സയിലും എല്ലാം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ആക്ച്വലി ട്രാൻസ്മിഷൻ മെഡിസിൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾക്ക് ബ്ലഡ് കളക്ട് ചെയ്യണം, ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പല ഹോസ്പിറ്റലുകൾ, ഇതിന്റെ ചുറ്റുള്ള പല ഹോസ്പിറ്റലുകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 400ഓളം ബ്ലഡ് ബാഗുകൾ അപ്പം തന്നെ ഒരു വിത്തിൻ 1 hour അവരിങ്ങോട്ട് എത്തിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഇവിടുത്തെ MBBS സ്റ്റുഡൻസ്, അതുപോലെ തന്നെ നാട്ടുകാർ എല്ലാവരും വോളണ്ടറി ആയിട്ട് തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന എലിസബത്തിന്റെ ഹോസ്റ്റലിലേക്ക് തന്നെയാണ് ഈ ഫ്ലൈറ്റ് വന്ന് വീണത്. എന്തായാലും തലനാരിഴയ്ക്കാണ് ഈ പെൺകുട്ടി അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ഈ 2025 തുടങ്ങിയ പിന്നെ അപകടങ്ങളുടെയും അതോടൊപ്പം തന്നെ ഞെട്ടിക്കുന്ന വാർത്തകളും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും ഒരു 290 അല്ല, ഇനിയും ഭയങ്കര ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നവരുണ്ടെന്നാണ് പറയുന്നത്. മരണസംഖ്യ ഇനിയും കൂടുമെന്നും പറയുന്നുണ്ട്. അത്രയും കുടുംബത്തിലെ അത്താണികളാണ് മരണപ്പെട്ടതെന്ന് അറിയുമ്പോഴേ വളരെയധികം സങ്കടമുണ്ട്. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിനെ കുറിച്ചാണ് ഒരു നാറി കടന്ന് കമന്റ് ഇട്ട് കളിച്ചത്. എന്തോ പവിത്രൻ, അവനാണ് തഹസീൽദാറാണ് പോലും, ഒരു ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥയിൽ ഇരിക്കുന്നവനാണ് അവനാണ് ഈ അനാവശ്യം പറഞ്ഞുണ്ടാക്കിയത്. അവൻ പറയുന്നത് കാര്യം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി വായിച്ചത്. അത് മാത്രമല്ല അതിന്റെ താഴെ അവൻ വേറൊരു കമന്റ് കൂടി ഇട്ടിട്ടുണ്ട്. ഇവനെയൊക്കെയാണ്, ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെയൊക്കെയാണ് സമൂഹം ഒറ്റപ്പെടുത്തേണ്ടത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.